പെണ്ണുങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, അടുക്കള ഭരണം പെണ്ണുങ്ങൾക്കാണ്. ഇത് കണ്ട നിങ്ങളും ആദ്യം ചുട്ടത് എടുക്കാൻ പറ്റില്ല, അവസാനം ചുട്ടത് എടുത്ത് കഴിക്കാം. ആ ഒരു സ്ട്രാറ്റജിയാണ് വിപിൻ തറയിൽ എടുത്തേണെ. അതെ അതെ. രണ്ടാമത്തെ ചപ്പാത്തി ചിഞ്ചു പരത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ചപ്പാത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് സമയം ആകെ 20 മിനിറ്റ് ഉള്ളൂ. 20 മിനിറ്റിനുള്ളിൽ ചപ്പാത്തി പരത്തി ചുട്ട് കഴിക്കണം. ഒരു ചപ്പാത്തി എങ്കിലും കഴിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി ചലഞ്ച് ആണ്. ചപ്പാത്തി ചലഞ്ച് പങ്കെടുക്കുന്ന വേറെ ആരുമല്ല, ഞങ്ങൾ രണ്ടുപേരാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പൊ ഇവിടെ ചപ്പാത്തി കുഴച്ച് ഉരുളകളായിട്ട് 5 ഉരുളകൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കൂടാതെ പൊടി പരത്തുമ്പോ ഇടാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്കോല് കൗണ്ടർ ടോപ്പിൽ വെച്ച പരത്തണേ. ഈ ഒരു ചപ്പാത്തിയുടെ ഉണ്ടയുടെ വലിപ്പം ഇത്രേ ഉള്ളൂ. അപ്പോ റൗണ്ട് ആയിട്ട് വരുമ്പോ ഈ വലിപ്പമെങ്കിലും വേണം. അങ്ങനെ ഓരോന്നും ചപ്പാത്തി പരത്തി ഈ റൗണ്ട് ആയി കഴിഞ്ഞാൽ അടുത്ത ചപ്പാത്തിയിലേക്ക് പോവാം. ഒരാൾക്ക് സമയം ആകെ 20 മിനിറ്റ് ഉള്ളൂ. 20 മിനിറ്റിനുള്ളിൽ ചപ്പാത്തി പരത്തി ചുട്ട് കഴിക്കണം. ഒരു ചപ്പാത്തി എങ്കിലും കഴിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ചപ്പാത്തി പരത്തി ചുട്ട് ഏറ്റവും കൂടുതൽ ചപ്പാത്തി കഴിക്കണവർക്ക് ആണ് ഈ മത്സരത്തിൽ വിജയിക്കുന്നത്. കൂടാതെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്കുള്ളത്. കഴിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങള്. കഴിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടൈമർ സ്റ്റാർട്ട് ചെയ്താലോ? ഈ ടൈമർ 20 മിനിറ്റത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചിഞ്ചു ആണ് മത്സരത്തിൽ ആദ്യം പങ്കെടുക്കാൻ പോണത്. നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിഞ്ചു വേഗത്തിൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ടൈം എത്രയായി? 19 സെക്കൻഡ്, അല്ല 19 മിനിറ്റും 49 സെക്കൻഡും. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. വേഗം വരുത്തിക്കോ. എന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് അറിയൊന്നുമില്ല. പിന്നെ അറിയില്ല. നീ ദിവസം പരത്തണോണ്ട് നിനക്ക് പരത്താനായിട്ട് നല്ല എക്സ്പെർട്ടാന്ന് എനിക്കറിയാം. എന്റെ കാര്യത്തില് വളരെ സംശയമായിരിക്കും ഞാൻ എങ്ങനെ പരത്തുന്നു. കറക്റ്റ് റൗണ്ടിൽ വന്നൊന്നില്ലല്ലോ. കറക്റ്റ് റൗണ്ട് ഒന്നും വന്നൊന്നില്ല, പക്ഷെ ആ വട്ടം ഉണ്ടാവണം. വട്ടം ഉണ്ടാവണം. ആ റൗണ്ടിലുള്ള വലിപ്പം ഉണ്ടാവണം. ഇപ്പൊ സമയം 19 മിനിറ്റും 6 സെക്കൻഡും. പരത്തി ഒരുവിധമായി. ആ വലിപ്പത്തിലെത്തിയ ആ വലിപ്പത്തിലെത്തിയെങ്കിൽ അടുത്ത ഉണ്ടിട്ട് പരത്തിക്കോ. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 18 മിനിറ്റും 42 സെക്കൻഡും. കുറച്ചും കൂടി പരത്തിക്കോ. ഇരുപത് മിനിറ്റിനുള്ളിൽ ചപ്പാത്തി ചുട്ട് കഴിക്കണം. അതാണ് ഈ ചലഞ്ച്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒന്നാമത്തെ ചപ്പാത്തി പരത്തി കഴിഞ്ഞേ. നോട്ടെ. ഓക്കെ. അടുത്ത കൊണ്ടിട്ട് പരത്തി. ഇപ്പൊ ഒരു ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചപ്പാത്തിയിലേക്ക് ചിഞ്ചു കടന്നിരിക്കുകയാണ്. 18 മിനിറ്റ് ആയി. ഇപ്പൊ 17 സെക്കൻഡ്, അല്ല 17 മിനിറ്റും 56 സെക്കൻഡും. വിട്ടരുത് ചപ്പാത്തി, എന്നാലും വേഗം. ഇപ്പൊ 17 മിനിറ്റും 40 സെക്കൻഡ്. പരത്തി കഴിയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. അതെ. ചപ്പാത്തി തോപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരിക. എത്ര സമയം ബാക്കി ഉണ്ടാവും നോക്കണമല്ലോ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട്. ഇപ്പൊ എത്ര ചപ്പാത്തി എടുത്തു? ഇപ്പൊ ഇനി 3 ചപ്പാത്തിയും കൂടി ബാലൻസ് ഉണ്ടല്ലേ? ഈ ചപ്പാത്തിയും കൂടി കൂട്ടി. രണ്ടാമത്തെ ചപ്പാത്തി ചിഞ്ചു പരത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ചപ്പാത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഉണ്ട എടുത്തു. ഭയങ്കര എക്സ്പെർട്ടാണല്ലേ?
എക്സ്പെർട്ട് ഒന്നും അല്ല, ഇത് പരത്തുമ്പോഴാ മനസ്സിലാവുള്ളൂ. ഒട്ടിപ്പിടിച്ചിട്ട് പരത്താൻ പറ്റണില്ല. ഇതിപ്പോ 5 മിനിറ്റ് കൊണ്ട് 5 ചപ്പാത്തി പരത്തി തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ടെക്നിക്കൊക്കെ ഒന്നും ഞാൻ പഠിച്ചോക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവൂല. പൊടിയിട്ട് ചപ്പാത്തി വീണ്ടും ടെക്നിക്ക് മനസ്സിലായി. വേഗാട്ടെ. ഇപ്പൊ 16 മിനിറ്റും 7 സെക്കൻഡും. ഇപ്പൊ 3ാമത്തെ ചപ്പാത്തി ഒരുവിധം ആയിട്ടുണ്ട് ചിഞ്ചുവിന്റെ. കറക്റ്റായോ? ദൈവമേ. ഇപ്പൊ 3ാമത്തെ ചപ്പാത്തി ചിഞ്ചു പരത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി 4ാമത്തെ ചപ്പാത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ 15 മിനിറ്റും 29 സെക്കൻഡും ആയിരിക്കുന്നു. ചപ്പാത്തി പരത്തി പിന്നെ ഒരെണ്ണം കൂടി ബാലൻസ് ഉണ്ട് ചിഞ്ചുവിന്റെ കയ്യില്. എനിക്കിത് ഇവിടെ 5 എണ്ണം കിടക്കുന്നുണ്ട് എനിക്ക് പരത്താനായിട്ട്. ചുട്ട് കഴിക്കണോട്ടോ ഒരെണ്ണെങ്കിലും. ചുട്ട് ഒരെണ്ണെങ്കിലും കഴിക്കണം അല്ലേ? ഞാൻ കഴിക്കും. ഇപ്പൊ 4ാമത്തെ ചപ്പാത്തി ഒരുവിധമായിട്ടുണ്ട്. 4ാമത്തെ ചപ്പാത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇനി 5ാമത്തെ ചപ്പാത്തിയിലേക്ക് ചിഞ്ചു കടക്കാൻ പോവാണ്. 5ാമത്തെ ചപ്പാത്തി. ചിഞ്ചുവിന് 20 മിനിറ്റ് ഒന്നും അല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ 6 മിനിറ്റ് കൊണ്ടാണ് 5 ചപ്പാത്തി പരത്തി കഴിയാൻ പോകുന്നത്. ഇപ്പൊ 14 മിനിറ്റും 9 സെക്കൻഡും. ഞാൻ കഴിക്കും. നോക്കാം നമുക്ക്. ചുട്ട് തരണ്ടേ? ഇനി ചുടാനുണ്ട്. 5 ചപ്പാത്തി ചുടണം, കഴിക്കണം. 5 ചപ്പാത്തി കഴിക്കണം. ഞാൻ കുറച്ച് വേവിച്ചിട്ട് കഴിക്കും. കുറച്ച് വേവിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം വന്ന് വീട്ടിലിരിക്കാം. അത് സംഭവിക്കാൻ പോണത്. ഒട്ടിപ്പിടിച്ച് സാരമില്ല, ഞാനത് മേക്ക് ഓവർ ചെയ്യും. എന്റെ ഉണ്ട എടുത്ത് പരത്തരുതല്ല. ഇല്ല, ഞാൻ അതിന് മേക്ക് ഓവർ എടുത്തു. അതാണ് പറഞ്ഞത്, അഹങ്കരിക്കരുതെന്ന് പറഞ്ഞത്. മനസ്സിലായ? ഞാൻ പരത്തി തിന്നുന്നല്ല പറഞ്ഞത്. ഇപ്പൊ 13 മിനിറ്റും 19 സെക്കൻഡ് ആയിട്ടുണ്ട്. 17 സെക്കൻഡ് ആയിട്ടുണ്ട്. ചിഞ്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ചപ്പാത്തിയാണ് പരത്തുന്നത്. ചിഞ്ചുവിന്റെ ലാസ്റ്റ് ചപ്പാത്തി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ച് ചപ്പാത്തി ചിഞ്ചു പരത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇനി ചുടണം. ഇനി ചുടാൻ പോണ്. ഇനി ചിഞ്ചു സ്റ്റൗ ഓണാക്കി 5 ചപ്പാത്തി ചൂടാൻ പോകണം. കല്ല് ചൂടാവണം കേട്ടാ. കല്ല് ചൂടാവണം. അല്ല ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. കല്ല് ചൂടായിക്കോളും. കല്ല് ചൂടാവട്ടെ. കല്ല് ചൂടായിട്ടാ നിങ്ങൾ ചൂടാൻ പാടും. കല്ല് അല്ല, ഞാൻ ചൂടുമ്പോഴേക്കും കല്ല് ചൂടായിട്ടുണ്ടാവല്ലോ. കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായല്ലേ? കല്ല് ചൂടായി. ഇപ്പൊ ചിഞ്ചു ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കല്ല് ചൂടായി. വേവണോട്ടാ. വേവാണ്ട് എടുക്കരുത്. ഇല്ല, വേവ്.
ധൃതി പിടിക്കണ്ട. സമയം ഇനി 11 മിനിറ്റും 29 സെക്കൻഡും. 11 മിനിറ്റും 29 സെക്കൻഡും കേട്ടോ. ഒരു ചപ്പാത്തി ഒരുവിധം വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി മറിച്ചിട്ട് രണ്ടാമത്തെ ചപ്പാത്തിയിലേക്ക് കടക്കാനായിട്ട് സമയം ഇനിയുണ്ട്. വേവണോട്ടെ, നന്നായിട്ട് വേവണം. അത് വേണ്ട, ആവശ്യമുള്ള സമയത്ത് കല്ല് ചൂടാവുകയില്ല. അത് ചൂടായിട്ടുണ്ട്, കുഴപ്പമില്ല. രണ്ടാമത്തെ ചപ്പാത്തി ഇടാനായിട്ട് റെഡി ആക്കി വെച്ചാണ് ചിഞ്ചു കയ്യില്. ഇത്ര മതിയോ? വേവട്ടെ, അത് നിനക്കറിയാലോ. ചപ്പാത്തി എത്ര വേവമെന്ന് നിനക്കറിയാലോ. അതിന് മുമ്പ് എടുക്കരുത്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വെച്ചാൽ വെന്ത് പോകൂല കേട്ടോ. ഇനി 10 മിനിറ്റും 18 സെക്കൻഡ് ഉണ്ട്. 10 മിനിറ്റും 18 സെക്കൻഡും. 10 മിനിറ്റും 18 സെക്കൻഡിനുള്ളിൽ 5 ചപ്പാത്തി ചുട്ട് 5 ചപ്പാത്തി കഴിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ചപ്പാത്തി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഒരു ചപ്പാത്തി കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ചിഞ്ചു രണ്ടാമത്തെ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ചപ്പാത്തി ഇപ്പൊ കുടഞ്ഞ് വൃത്തിയാക്കി കയ്യിൽ പിടിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ് ചിഞ്ചു. രണ്ടാമത്തെ ചപ്പാത്തി മറിച്ചിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഫുള്ളും അപ്പുറത്തേക്കാണല്ലോ പോണം. ഇപ്പൊ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പുകയൊക്കെ വരുന്നുണ്ട്. കുറച്ച് ചപ്പാത്തിയിൽ ഓട്ടം. അതൊന്നും മിസ്റ്റേക്ക് അല്ല. ചപ്പാത്തി പരത്തി വലിപ്പം വെച്ചോന്നാണ് അറിയേണ്ടത്. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് ഈ ചലഞ്ച്? നന്നായിട്ട് വരുന്നു. നിനക്ക് സ്ഥിരം പരത്തി എക്സ്പെർട്ട് ആയതുകൊണ്ട് നിനക്കത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ അല്ല. എന്റെ അവസ്ഥ എങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ സമയം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 മിനിറ്റ് 48 സെക്കൻഡ് ഉള്ളൂ. 8 മിനിറ്റ് 48 സെക്കൻഡ്. 5 ചപ്പാത്തി ഒന്നും എനിക്ക് തിന്നാൻ പറ്റില്ല. ഞാനിത് പരത്തും തിന്നൂന്നുള്ള കാര്യത്തില് സംശയ. പരത്തി ചുടും. എനിക്ക് പരത്തി ഇവിടെ വരെ എത്തുമെന്ന് എനിക്കറിയാൻ പാടില്ല. 5 ചപ്പാത്തി പരത്തണ്ടേ? അപ്പൊ ഒന്നാമത്തെ ചപ്പാത്തി 3 ചപ്പാത്തി കഴിഞ്ഞു. 2 ചപ്പാത്തി 3 ചപ്പാത്തി കഴിഞ്ഞു. ദൈവമേ, 3 ചപ്പാത്തി കഴിഞ്ഞിരിക്കുന്നു. 3 ചപ്പാത്തി കഴിഞ്ഞിരിക്കുന്നു. ചിഞ്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കാര്യത്തിൽ സംശയം ഉണ്ട്. ഇതിപ്പോ 4ാമത്തെ അല്ലേ? 4ാമത്തെ ചപ്പാത്തി മറിച്ചിട്ട്. അയ്യോ, 8 ആയി. ഇപ്പൊ 8 മിനിറ്റും 1 സെക്കൻഡും. ഇപ്പൊ 7 മിനിറ്റും 57 സെക്കൻഡും. ഇപ്പൊ 4ാമത്തെ ചപ്പാത്തി ഒരുവിധമായി. ഇപ്പൊ ഇനി അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അവസാന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ചപ്പാത്തി കഴിക്കണം. 5ാമത്തെ ചപ്പാത്തി ചുട്ട് അത് കഴിക്കാനായിട്ട് ഇപ്പൊ 5 ചപ്പാത്തി കഴിഞ്ഞു. ഇനി കഴിക്കാൻ 5 ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടില്ല, ചുട്ടുകൊണ്ടിരിക്കണല്ലേ? കഴിഞ്ഞു. ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചാണല്ലേ? ഈ ടെക്നിക്കൊക്കെ ഞാനൊന്നും പഠിച്ചോക്കട്ടെ. ഇപ്പൊ 5ാമത്തെ ചപ്പാത്തി അവസാന ഘട്ടത്തിലേക്ക്. ഇനി അവസാന ഘട്ടമാണ്. അവസാന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ചപ്പാത്തി കഴിക്കണം. ചൂടാണ് കഴിച്ചു കഴിഞ്ഞാൽ ചൂട് പ്രശ്നമില്ല. അപ്പൊ പരിപ്പേറിക്ക് ചൂട് കാറിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ അരമണിക്കൂറായിട്ട് കഴിച്ചിട്ട്. ഇപ്പൊ 5 ചപ്പാത്തി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ചപ്പാത്തി ചിഞ്ചു കഴിക്കാൻ പോവാണ്. ഞാൻ 5 ചപ്പാത്തി കഴിക്കില്ല. 5 ചപ്പാത്തി കഴിക്കില്ല. ഞാൻ ഇവിടെ വരെ എത്തുന്ന എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ നീ 5 ചപ്പാത്തി കഴിക്കണം. നീ 1 ചപ്പാത്തി കഴിച്ചാൽ മതി. ചിലപ്പോ ഞാൻ 2 ചപ്പാത്തി കഴിച്ച് ഞാൻ വിജയിച്ചാളാം. പരിപ്പേറിയൊക്കെ വെച്ച് കഴിക്കാനായിട്ട് പോവാണ്. 2 ചപ്പാത്തി ഫുള്ള് കഴിച്ചു കഴിക്കാൻ പറ്റുമോ? 6
മാക്സിമം കഴിച്ചോ. ചിലപ്പോ ഞാൻ 4 ചപ്പാത്തി 5 ചപ്പാത്തി കഴിച്ചാലോ. ചൂട് ചൂട് തണുത്ത പരിപ്പ് കറിയിൽ എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചൂടുണ്ടാവൂല. ചപ്പാത്തിക്ക് ചൂടുണ്ട്. ചപ്പാത്തിക്ക് ചൂടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ചൂടാറിയ ചപ്പാത്തി എടുക്കാൻ പാടില്ല, ആദ്യം ചുട്ടത്. നിങ്ങളും ആദ്യം ചുട്ടത് എടുക്കാൻ പറ്റില്ല, അവസാനം ചുട്ടത് എടുത്ത് കഴിക്കാം. ഇപ്പൊ 6 മിനിറ്റും 13 സെക്കൻഡും 6 മിനിറ്റും 13 സെക്കൻഡിനുള്ളിൽ ആദ്യത്തെ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപ്പറി കൂട്ടി. എനിക്ക് കൊതിയിടുവോ? ഇല്ല. ഞാൻ പരത്തോന്ന് തന്നെ സംശയമുണ്ട്. 20 മിനിറ്റിനുള്ളിൽ 5 ചപ്പാത്തി പരത്തണ്ടേ? ഇത് 5 ചപ്പാത്തി ഇത് എങ്ങനെ പരത്തിയെടുത്ത്? പരത്താനൊക്കെ അപ്പൊ നിനക്ക് 20 മിനിറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ 5 മിനിറ്റ് ഉള്ളൂ. 5 മിനിറ്റും 42 സെക്കൻഡും കറക്റ്റാന്ന് തോന്നല്ലേ? നീ ഒരു സ്പീഡിൽ തന്നെയാണ് പരത്തേക്കണത്. അപ്പൊ എനിക്ക് എന്റെ കാര്യത്തിൽ സംശയമുണ്ട്. ആ സംശയം വെച്ചുകൊണ്ട് നീ ഒരു ചപ്പാത്തി ആയി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ തോറ്റു വിട്ടാ. ചിലപ്പോ ഞാൻ 2 ചപ്പാത്തി കഴിച്ചാലാ പരത്തിട്ട്. മാക്സിമം കഴിച്ചോ. അതെ. കഴിച്ചോ. ഇപ്പൊ ഒരു ചപ്പാത്തി കഴിച്ചിട്ടുള്ളൂ. ഒരു ചപ്പാത്തി കഴിച്ചു തീർന്നു. വെള്ളം കുടിച്ചോട്ടാ. വെള്ളം കുടിച്ചോ. ചപ്പാത്തി കഴിക്കണേ വെള്ളം കുടിച്ചോ. വെള്ളം എടുത്തന്നോ? വേണ്ട. വെള്ളം വേണ്ട. വെള്ളം കുടിക്കാൻ പാടില്ലേ? വെള്ളം കുടിക്കുന്നത് എന്താണ് പ്രശ്നം? എന്താ ചപ്പാത്തിയല്ലേ കഴിക്കുന്നത്? എന്റെ വെള്ളം കുടിക്കാണ്ട് ചലഞ്ച് എടുത്താൽ മതി. നിനക്ക് ഇനി സമാധാനത്തോടെ പറയാലോ വെള്ളം കുടിക്കട്ടെ. ഞാൻ വെള്ളം കുടിക്കും. പരത്തി കഴിയുമ്പോ ഞാൻ വെള്ളം കുടിക്കും. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം ഇനി 4 മിനിറ്റും 36 സെക്കൻഡും കൂടെ ഉള്ളൂ. 4 മിനിറ്റും 36 സെക്കൻഡിനുള്ളിൽ ഇപ്പൊ രണ്ടാമത്തെ ചപ്പാത്തി കഴിച്ചു കഴിയാറായല്ല. രണ്ടാമത്തെ ചപ്പാത്തി നിനക്ക് മാക്സിമം പറ്റുന്നത് കഴിച്ചോ. ഞാൻ ചിലപ്പോ ഈ 2 ചപ്പാത്തിയും കടന്ന് 3 ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ നീ ചിലപ്പോ ഇത്രയും എഫർട്ട് എടുത്തതിന് ഒരു വിലയില്ലാതെ പോകും. കഴിക്കാൻ പറ്റില്ല. കഴിക്ക്. ഒരു ചലഞ്ചായിട്ട് എടുക്ക്. അന്ന് ചലഞ്ചായിട്ട് എടുക്ക്. കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ 2 ചപ്പാത്തി കഴിച്ച് അപ്പൊ മത്സരത്തിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞ് നീ മൂന്നാമത്തെ ചപ്പാത്തി എടുക്കണല്ലോ. അപ്പൊ 3ാമത്തെ ചപ്പാത്തി എടുക്കാനുള്ള എന്നാണ് ചെഞ്ചി പറയുന്നത്. അപ്പൊ ഞാൻ ഇനി പങ്കെടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്റെ മത്സരം എന്താന്ന് നമുക്ക് കണ്ടുവരാം. വീച്ചേട്ടനെ എന്നെ കൊണ്ട് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പരത്തി കഴിയണ്ടേ? ചുട്ട് ഞാൻ ഉണ്ടാക്കി എടുക്കണ്ടേ? അതെ. അപ്പൊ ചുട്ട് നീ തലയായിരുന്നെങ്കിൽ ഞാൻ 5 ചപ്പാത്തി ഞാൻ കഴിച്ചു. ചുട്ട് അവനവൻ തന്നെ പരത്തി അവനവൻ തന്നെ ചുടണം. ഓക്കെ, അന്ന് നമുക്ക് എന്റെ മത്സരം ഒന്ന് കണ്ടുവരാം. വീചാനാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഞാൻ 3 മിനിറ്റും 35 സെക്കൻഡിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വിവിചേട്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. റീസെറ്റ് ചെയ്യാൻ പോണേ കേട്ടോ. സ്റ്റോപ്പ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പോണേന്ന്. അപ്പൊ 20 മിനിറ്റില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്ലേ ചെയ്യാൻ പോണേ. പ്ലേ ചെയ്യട്ടെ. പരത്തിക്കോ. അടുക്കള കൊളാക്കോ? അടുക്കള കൊളാക്കൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത് മുക്കി ചെയ്യാലോ. എങ്ങനെ വേണം ചെയ്യാം. പരത്തി ഈ വലുപ്പത്തിലെത്തിയപ്പോലെ. അതെ. കയ്യൊക്കെ വിറക്കണം. 19. ആട്ടപ്പൊടിയിലിട്ട് കുളിക്കാനല്ല പറഞ്ഞത്. 19 മിനിറ്റും 20 സെക്കൻഡും. ഇത്രയും വലിപ്പം എത്തണം അല്ലേ? ഓ, ഭയങ്കര സ്പീഡ് വീച്ചേട്ടൻ. നീ 1 മിനിറ്റില് എത്ര പരത്തി? ഒരെണ്ണം. അതെനിക്കറിയില്ല. നിന്റെ ടെക്നിക്കൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ. സമയം എത്രയും നോക്കി. സമയം 18 മിനിറ്റ് 40 സെക്കൻഡ് 46 സെക്കൻഡ്. 17 മിനിറ്റും 18 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. 17 മിനിറ്റ് 40 സെക്കൻഡ്. 18 മിനിറ്റ് 40 സെക്കൻഡും.
എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്. ഇപ്പൊ ഒരു ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മുടെ ആയിട്ടുണ്ട് വലുപ്പത്തി. ഓക്കെ, അടുത്തത് എന്നെയാണ് ഇതെവിടെ വെക്കണ്ടേ? അവിടെ വെച്ചോ, ഇവിടെ വെച്ചാൽ മതി. അടുത്തിരിക്കണം, അടുത്തത് രണ്ടാമത്തെ ചപ്പാത്തി ഞാൻ പടുത്തിരിക്കണേ. ചപ്പാത്തി പൊടിയിലും ആ ഉണ്ടയൊക്കെ മുക്കി ആ ഒരു സ്ട്രാറ്റജിയാണ് വിപിൻ തറയിൽ എടുത്തേണെ. അതെ, കൃത്യ റൗണ്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതാണോ ചപ്പാത്തി പരത്താൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞേ? ചപ്പാത്തി പരത്തലായിരുന്നു ജോലി, അറിയാമോ എന്ന് നിനക്ക് തോന്നും. അതെ, ഞാനേ കുറച്ചു വർഷമായി പരത്തിയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പരത്തിയെന്നാണ് എന്റെ ഓർമ്മ. ഓട്ടെ, സമയത്രേ എനിക്ക് നോക്കാൻ സമയം 17 സെക്കൻഡും. എത്രേ സമയത്രേ? 17 സെക്കൻഡ്. ഇത് നിസ്സാര പണിയൊന്നുമല്ല കേട്ടാ ചപ്പാത്തി പരത്തല്. ഇപ്പൊ സമയം 17 സെക്കൻഡ് 1 മിനിറ്റ് 17 സെക്കൻഡ് ആയേ. ഈ പാത്രം തന്നെയാണ് അളവിനെടുത്തത്? അതെ അതെ അല്ലേ, ആണോ? രണ്ടാമത്തെ ചപ്പാത്തി കറക്റ്റ് കേട്ടാ. കൃത്യം റൗണ്ട് ആയിട്ട് വന്നിട്ടല്ലോ. ഇതാണോ ചപ്പാത്തി പരത്താൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ്? അതെ, ആണുങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തരം തരുത് അടുക്കളയിൽ പണി അറിയാൻ പാടില്ല, മനസ്സിലായോ? അപ്പൊ നാളെ തൊട്ട് ചപ്പാത്തി പരത്താനായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. പള്ളി പറഞ്ഞ ഇനി അഹങ്കരിക്കരുത്, മനസ്സിലായ? ചപ്പാത്തി പരത്തി ചായക്ക് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അവിടെ കിടന്ന് എന്തിട്ടാ ഡാൻസ് കളിക്കണേ? ഡാൻസ് ഒക്കെ ഉണ്ടാവും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചപ്പാത്തി പരത്തൽ വിത്ത് ഡാൻസ്. ചപ്പാത്തി പരത്തി തീർന്നിട്ടില്ല, ഇനിയും 2 ഉണ്ടുണ്ട്. 16 മിനിറ്റ് ആയി 5 സെക്കൻഡും. നീ വർത്താനം പറഞ്ഞിട്ട് ശ്രദ്ധ തെറ്റിക്കാനല്ലേ? അതാണ് എന്റെ സ്ട്രാറ്റജി. നീ രണ്ട് ചപ്പാത്തിയല്ലേ നീ കഴിച്ചത്? അതെ. ഗ്യാസ് ഓൺ ആക്കി നോക്കണോ? ഗ്യാസ് ഓൺ ആക്കി വെക്കില്ല, ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടൊന്നുമില്ല. അതെ, ഗ്യാസ് ഫ്ലെയിം ഓഫാ. കണ്ടോ, പാത്രമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചൂടാറിയിട്ടുണ്ട് കേട്ടാ കല്ലിന്റെ ചൂടാറിയാ. ഇനി ഒന്നോടെ ചൂടാക്കണം. കറക്റ്റ് പാത്രത്തിന്റെ വലിപ്പം വേണം. അതെന്താ ഭൂപടായിട്ടൊക്കെ വരും. കള്ളക്കളി കളിക്കരുത്. ചപ്പാത്തി ചലഞ്ച് കള്ളക്കളി 15 മിനിറ്റ് ആയല്ലോ. ഇവിടെ തന്നെ ടൈമർ വെച്ച് നന്നായി, എനിക്കും കൂടി കാണാം. 15 മിനിറ്റും 2 സെക്കൻഡും എന്നെ തോപ്പിക്കുന്നുണ്ട്. മൂന്നെണ്ണം ആയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ 3 കള്ളക്കളി കളിക്കും വേണമെങ്കിൽ. ഇല്ല, സമയമില്ല 3. അതെ 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 അതെ, അത് നോക്കിക്കോളണ്ടോ, എനിക്ക് സമയമില്ല. ഞാൻ ഒരു വലിയ ദൗത്യത്തില് ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പല സ്ട്രാറ്റജിയും പ്രയോഗിക്കും നിങ്ങളെ തോപ്പിക്കാനായിട്ട്. പ്രയോഗിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിപ്പോ ലാസ്റ്റ് ആമയും മൊയിലും കഥ പോലെ ലാസ്റ്റ് ആമ തന്നെ വിജയിക്കും തോന്നുന്നു. എന്താ പണിയാണ്. ഇനി ഓർമ്മയുള്ളല്ലേ മനസ്സ്? എന്നിട്ട് വേർക്കണേക്കെ വേർക്കും, പണിയെടുത്ത വേർക്കൂല്ലേ. 14 മിനിറ്റും 5 സെക്കൻഡും. വേഗം ഞാൻ പ്രയോഗിച്ച അതേ തിയറി തന്നെ ഇവിടെ പ്രയോഗിക്കാം. പൊടിയിട്ട് അതിടും. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 10-20 മിനിറ്റ് നീ ചപ്പാത്തി വരുത്തിയപ്പോ ഞാൻ വെറുതെ നോക്കിക്കണല്ലായിരുന്നു. ചപ്പാത്തി ചലഞ്ച് വിത്ത് ഡാൻസ് അതൊക്കെ ഉണ്ടാവും.
ഈ പെണ്ണുങ്ങൾ 13 സെക്കൻഡും 13 സെക്കൻഡിൽ ഞാൻ 4ാമത്തെ ചപ്പാത്തി പരത്തി കഴിഞ്ഞു. 20. 4ാമത്തെ ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ഇനി 5ാമത്തെ ചപ്പാത്തി പരത്താൻ പോകും. എന്നെക്കായും കൂടുതൽ ചുട്ടിട്ട് കഴിക്കുമെന്ന് തോന്നുന്നുണ്ടല്ലേ? കഴിക്കും. ഇപ്പൊ തന്നെ എന്റെ നടു ഒടിഞ്ഞിടിക്കും ചപ്പാത്തി പരത്തി. നാളെ തൊട്ട് ചപ്പാത്തി വരുത്താനായിട്ട് അടുക്കളയിലേക്ക് ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. അതാണ് എന്റെ പേടി. ഇനി എന്നാ ചപ്പാത്തി വരുത്താനായിട്ടൊക്കെ വിളിക്കും. ഇത്ര നാൾ അറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അതല്ലേ ഈ ഫുഡ് ചലഞ്ച് വെച്ചത്. അതെ, ഈ ഫുഡ് ചലഞ്ച് വെച്ചതിന്റെ പ്രധാന കാരണം എനിക്ക് ചപ്പാത്തി വരത്താൻ അറിയാൻ പാടുള്ളൂ. പിന്നെ ചെറിയൊരു പാരയും കൂടി ഉണ്ട്. എന്നെ അടുക്കളയിൽ കയറ്റി പണിപ്പിക്കാന്നുള്ള ചെറിയ ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പൊ ചപ്പാത്തി വരത്താൻ അറിയാവുന്നത് കൊണ്ട് ഇനി ചപ്പാത്തി എത്തിച്ചു. സമയം 12 മിനിറ്റാ. 12 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. പറഞ്ഞ സമയം കളഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്ട്രാറ്റജി അത്. നീ സമയമൊക്കെ ഇടക്ക് വിളിച്ചു പറ, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞു. അയ്യോ അപ്പൊ ഇനി ചുടൽ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. ഇതെന്ത് തീയൊക്കെ എന്റെ കണ്ണിൽ പോയി. സമയം 11 സെക്കൻഡും 40 മിനിറ്റും. 11 സെക്കൻഡും 40 മിനിറ്റും. 36 ആയിട്ടോ. 36 സെക്കൻഡ് ആയി. ഇത് ചുട്ട് എവിടെ കണ്ടേ? ചുട്ടത് ഇപ്പഴത്തെ പ്ലേറ്റില്. ആ പ്ലേറ്റിൽ വെക്കണം അല്ലേ? ഐഡിയ ചൂടായിട്ടില്ല. വേർത്ത് കുളിച്ച് 11 മിനിറ്റ്. ഇവമേ 5 ചപ്പാത്തി കഴിക്കാൻ വേണം എനിക്ക്. അതാ ഞാൻ പറഞ്ഞ എന്തൊക്കെയായിരുന്നു. നീ ചുട്ട് കഴിയുമ്പോ കല്ല് ചൂടായിരിക്കും, എനിക്ക് പെട്ടെന്ന് ചൂടാ. കല്ല് തണുത്തുപോയി. ഇപ്പൊ 10 മിനിറ്റും 44 സെക്കൻഡും ഇനി ഉള്ളൂ കേട്ടോ. 10 മിനിറ്റും 44 സെക്കൻഡും. ഒരു ചപ്പാത്തി 1 മിനിറ്റ് കൊണ്ട് വരുത്തി കഴിഞ്ഞാൽ 5 മിനിറ്റ് ബാക്കി ഉണ്ടാവും. നോക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാ കേട്ടോ. നീ ഫ്ലെയിം കൂട്ടി വെച്ചല്ലേ? ഓ പൊങ്ങണൊക്കെ ഉണ്ടല്ലോ ചപ്പാത്തി. ചപ്പാത്തി പോകും. അവ നാളെ തൊട്ട് ചപ്പാത്തി. നടന്നു തന്നെ. ഇനി ഇങ്ങനെയുള്ള ചലഞ്ചായിട്ട് എന്റെ അടുത്ത് തരരുത്, മനസ്സിലായ? ഇപ്പൊ 10 മിനിറ്റും സമയം കാണിച്ചു കൊടുക്കും. എന്റെ 10 മിനിറ്റും എന്റെ അതിശക്തമായ മത്സരത്തില് ചിഞ്ചു ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിഞ്ചുവിന് അതുവരെ അഹങ്കാരം വരുന്നു. 2 ചപ്പാത്തി മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. 9 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടുണ്ട്. 9 മിനിറ്റ് 50 സെക്കൻഡ് അല്ലേ? ചൂടണ്ട. ഇത് നേരെ ചൂടവിടെ. ഇത് ആദ്യത്തെ ചപ്പാത്തി ആയതുകൊണ്ടാ. 2ാമത്തെ ചപ്പാത്തി സിമ്പിൾ ആയിട്ട് എടുക്കും. എന്നെ തോപ്പിക്കാൻ പറ്റും. ഇപ്പൊ 9 മിനിറ്റും 34 സെക്കൻഡ്. 9 മിനിറ്റും 34 സെക്കൻഡ് ഞാൻ ഇപ്പൊ 1ാമത്തെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പരത്തിക്കൊണ്ടിരിക്കണല്ല, ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ തോപ്പിക്കാൻ പറ്റൂല. നമുക്ക് നോക്കാം. ഒരു ചപ്പാത്തി എങ്കിലും കൂടുതൽ വെച്ചാ പോരെ? ഒരു ചപ്പാത്തി 3 ചപ്പാത്തി കഴിക്കണം. 3 ചപ്പാത്തി കഴിക്കണം. നീ 2 ചപ്പാത്തി കഴിച്ചല്ലേ? അപ്പൊ ഒരു ചപ്പാത്തി കൂടി കൂടുതൽ കഴിച്ചാൽ മതി. 3 ചപ്പാത്തി കഴിക്കണം. ഒരു ചപ്പാത്തി വെന്തല്ലേ? നോട്ട്. ഭയങ്കര സ്പീഡിലാണ് ചപ്പാത്തി ചൂടുന്നത്. അല്ല, നിന്റെ ടെക്നിക്ക് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ. ഇപ്പൊ ചപ്പാത്തിക്കല്ല് നന്നായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ 8 മിനിറ്റും 38 സെക്കൻഡും അല്ലേ?
എന്നിട്ട് പുകയണയൊക്കെ ചപ്പാത്തി കരിഞ്ഞ ചപ്പാത്തി വരും. കരിഞ്ഞ ചപ്പാത്തി ഒന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ടാണ് വേവിക്കുന്നത്. അല്ല, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, അടുക്കള ഭരണം പെണ്ണുങ്ങൾക്കാണെന്ന്. ഇത് കണ്ട, ഞാൻ ഒരു 3-4 വർഷമായി ചപ്പാത്തി ഇട്ടിട്ട്, പക്ഷെ അത് ഞാൻ മറന്നിട്ടില്ല. അടുക്കള ഭരണമായതുകൊണ്ടാണ് ഇപ്പൊ കത്തി കത്തിപ്പോകൂല. ഓക്കെ, ഇത് വന്നിട്ടില്ല ഉറപ്പാണല്ലോ. ചൂടുള്ള ചപ്പാത്തി തന്നെയാണോ കേട്ടോ? ഞാൻ ചൂടുള്ള ചപ്പാത്തി നോക്കാം. ചൂടുള്ള ചപ്പാത്തി അത് എന്റെ ഇഷ്ടമല്ലേ, ഏറ്റവും അടിയിലുള്ള ചപ്പാത്തി എന്നാ പോലെ. ഞാൻ ചൂടുള്ള ചപ്പാത്തി തന്നെ. അത് കുഴപ്പമില്ല, അത് നിന്റെ ഫോൾട്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ചുട്ട ചപ്പാത്തി എന്നാ പോലെ. അതായാലും മതി. വെള്ളം കുടിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കില്ല. ഇനി എത്ര ചപ്പാത്തി ബാക്കിയുണ്ട്? 2 ചപ്പാത്തി. 2 ചപ്പാത്തി ബാലൻസ് ഉണ്ട്. എത്ര ചപ്പാത്തി ഏകദേശം കഴിക്കും? ഞാനാ, ഇത് ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ ഫുൾ ചപ്പാത്തി കഴിക്കാൻ നോക്കും. നീ വിചാരിച്ചത് എന്താണെന്ന് അറിയാമോ? എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്നാണ്. എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്നല്ലേ നീ വിചാരിച്ചത്? മാക്സിമം ഇത്രയും പത്തി കഴിയില്ലെന്ന് നീ വിചാരിച്ചു. അതെ, അതാണ് നിന്റെ ഫോട്ടോ. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാക്സിമം കഴിച്ചോ. ഞാൻ ചിലപ്പോ ഞാൻ പരത്തി ചുട്ട് 3 ചപ്പാത്തി കഴിച്ചാലോ. ഓക്കെ, എത്ര മിനിറ്റ് ആയെന്ന് നോക്കി? 6 സെക്കൻഡും 37. 6 സെക്കൻഡും 34 6 മിനിറ്റും 32 സെക്കൻഡും. എന്നെ ടെൻഷൻ അടിപ്പിക്കും. 6 സെക്കൻഡാ? 6 മിനിറ്റും 37 സെക്കൻഡും. ഞാൻ 4ാമത്തെ ചപ്പാത്തി മറിച്ചിട്ട് കഴിഞ്ഞിട്ടാ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 6 മിനിറ്റും 7 സെക്കൻഡും ആയിട്ടോ. അപ്പൊ ഒരു ചപ്പാത്തിയും കൂടി ഇനി ഉള്ളൂ. എന്താ പറയാനുള്ളേ? ഫുള്ളും കഴിക്കുമെന്നാണ് പറയണേ. ഞാൻ ഫുള്ളും കഴിക്കും. അത് ചലഞ്ച് ആയതുകൊണ്ട് ഞാൻ ഫുള്ളും കഴിക്കും. കഴിക്കാതിരിക്കാൻ പറ്റില്ല, ജയിക്കണ്ടേ. മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കണം. വിജയിക്കാനേ നോക്കുള്ളൂ. എന്താ ലാസ്റ്റ് ചപ്പാത്തി ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. കരിഞ്ഞ് ലാസ്റ്റ് ചപ്പാത്തി അടുക്കള മൊത്തം മറ്റേ പുകമയ ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ചപ്പാത്തി ഈ പാത്രത്തിൽ വെച്ചല്ലേ? ഈ പാത്രത്തിൽ തന്നെ കഴിക്കാം. കറി അവിടെ ഉണ്ട്. ഞാൻ ഫുള്ളും കഴിക്കൂലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ പാത്രം എടുത്തത്. കഴിക്കും, കോൺഫിഡൻസ് ആണോ? കഴിക്കും. സമയത്രേ? 5 മിനിറ്റും അല്ല, എത്ര വേണമെങ്കിൽ 4 മിനിറ്റും 55 സെക്കൻഡ്. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു. കഴിക്കാൻ പോണേണ്. ഇതല്ലേ വിപിൻ കഴിക്കാൻ പോവാണ്. കറി എത്ര വേണമെങ്കിലും എടുക്കാമോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കറി ഇത്തിരി കൂടുതലാണ്, അതാണ്. 4 മിനിറ്റും 34 സെക്കൻഡും ആയിട്ടോ. 4 മിനിറ്റും 30. ചൂട് എവിടെങ്കിലും ഒന്ന് നിന്ന് കഴിക്കി. ഈ ഓടി നടന്ന് കഴിക്കണേ, എന്നാലൊന്നും അത് തീരൂല. ചൂടുള്ള ചപ്പാത്തിയിലൊക്കെ കഴിക്കണം. 4 മിനിറ്റും 10 സെക്കൻഡ് 9 സെക്കൻഡ്. 4 മിനിറ്റും 9 സെക്കൻഡും. 1 മിനിറ്റ് താഴെ കഴിച്ചു തരും. ഒരു ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ സാധനം വിജയിക്കും. ഓടി കിടന്ന ചപ്പാത്തി കഴിക്കല്. ആദ്യമായിട്ട് എങ്ങനെയാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈ സമയത്തിനുള്ളിൽ കഴിയുന്നത്?
അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം പതിയെ ആസ്വദിച്ചിരുന്ന് കഴിക്കണ ആളാ. എന്നാ ആസ്വദിക്കലില്ലേ? എന്നാ ആസ്വദിക്കാൻ പറ്റില്ല. അത് രസമുണ്ട്, പരിപ്പ് നല്ല രസമുണ്ട്. അത് പിന്നെ ഞാൻ ഉണ്ടാക്കിയതല്ലേ. ചപ്പാത്തിന് രസമുണ്ട്. ആണല്ലേ? 3 മിനിറ്റും. തോറ്റ് 5 സെക്കൻഡ് 3 ഇല്ല, ഞാൻ 20 മിനിറ്റിനുള്ളിൽ തീർത്താ പോരെ. എന്തോ 2 മിനിറ്റ് 56 സെക്കൻഡ്. 20 മിനിറ്റിനുള്ളിൽ തീർത്താ മതി മാക്സിമം. നീ ചന്തന്ന് ഇതാക്കുമ്പോയതല്ലേ. വേഗം 2 മിനിറ്റ് 43 സെക്കൻഡും 20 മിനിറ്റിനുള്ളിൽ തീർത്താ മതി. 2 മിനിറ്റ് 39 സെക്കൻഡ്. ഇനി എത്ര ചപ്പാത്തി ഉണ്ട്? ഇനിയുണ്ട് 3 ചപ്പാത്തി. കഴിക്കാൻ പറ്റൂല. അല്ല, നീ 2 ചപ്പാത്തി കഴിച്ചോളൂ. 3 ചപ്പാത്തി തീർക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ജയിച്ചു. 2 മിനിറ്റും 12 സെക്കൻഡ്. അവസാനത്തെ മൂന്നാമത്തെ ചപ്പാത്തി ചിഞ്ചു 2 ചപ്പാത്തി കഴിച്ചോളൂ. മൂന്നാമത്തെ ചപ്പാത്തി 2 മിനിറ്റും 4 സെക്കൻഡും നിർത്തും. വായിന്ന് ഫുള്ള് ഇറക്കണം. ഫുള്ള് കഴിച്ചില്ലേ? വായിന്ന് 3 ചപ്പാത്തി ഫുള്ള് ഇറക്കി തരണം ആ സമയത്തിനുള്ളില്. തീർന്നു, അടുത്തെടുത്തിട്ടാ. അപ്പൊ 1 മിനിറ്റും 47 സെക്കൻഡില് എന്റെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിജയിച്ചതായിട്ട് ഞാൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഈ ചലഞ്ചില് വീഴ്ചേട്ടനാണ് വിജയിച്ചിരിക്കുന്നത്. എന്നെക്കാളും 1 ചപ്പാത്തി കൂടുതൽ വീഴ്ചേട്ടനാണ് കഴിച്ചത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 5 ചപ്പാത്തി ഞാൻ കഴിച്ചാനെ. 5 ചപ്പാത്തി എന്തായാലും വിജയിച്ചു. അല്ല, ഇത്രയും കൂടുതൽ ടൈമില് പരത്തി തീരൂന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലേ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം കഴിച്ചോന്ന് ഞാൻ പറഞ്ഞാണല്ലോ. പക്ഷെ എനിക്ക് അത് ആദ്യം പങ്കെടുക്കുന്നവർക്ക് പറ്റണ അമളിയാണത്. അത് മറ്റുള്ളവര് കംപ്ലീറ്റ് ആക്കൂലെന്ന് വിചാരിച്ച് മാക്സിമം കഴിച്ചെന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ് എന്നെ ഫസ്റ്റ് ഇറക്കിയതും. മനസ്സിലായോ? ഞാൻ വിചാരിച്ചു എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ഫസ്റ്റ് ഇറക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.